Hi all. Today in this class we are going to deal with a new paper, critical engagement. So this paper appears in your syllabus especially for fourth semester PG students instead of dissertation. Okay. അപ്പം എല്ലാ പി ജി സ്റ്റുഡൻസിനും ഡിസർട്ടേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പക്ഷേ എസ് ഡി എസ് സ്റ്റുഡൻസിന് അതിൻ്റെ പകരം പ്രൊജക്റ്റിൻ്റെ പകരം വന്നിട്ടുള്ള പുതിയ പേപ്പറാണ് ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പേര് കേൾക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ക്രിറ്റിസിസം. ഓക്കെ, ക്രിറ്റിസിസം പോലെ തന്നെയാണ്. ആൻഡ് ഇത് തിയറി പേപ്പറാണ്, ലിറ്ററേച്ചർ അല്ല. ഇത് മാത്രമല്ല ഇതൊരു ഫിലോസഫിക്കലായിട്ടുള്ള പേപ്പറാണ്. ഓക്കെ, വേൾഡ് ഫേമസ് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ഫ്രെഡറിക് നീഷെ, ഇമ്മാനുവൽ കാന്റ് പോലുള്ള ആളുകളുടെ ഫിലോസഫിക്കലായിട്ടുള്ള എസ്സേസും ആൻഡ് അവരുടെ വ്യൂസൊക്കെയാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡീൽ ദ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻ ദിസ് പേപ്പർ, വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ്. ഓക്കെ, വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ അത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. സോ പ്രൊജക്റ്റിൻ്റെ പകരമായിട്ട് വന്നിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇത് കോർ പേപ്പർ ആവാനാണ് ചാൻസ്. ഇനി ഇതിൽ നമുക്ക് ഞാൻ ഓതറിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കണം. അപ്പോൾ ഞാനങ്ങനെ ഓതേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. എന്നാലേ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഒരു ഗൗരവത്തോട് കൂടിയിട്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് നോക്കുള്ളൂ. സോ ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഫിലോസഫറായിരുന്നു. ആൻഡ് ഇമ്മാനുവൽ കാന്റ് ഈസ് ദി സെൻട്രൽ ഫിഗർ ഇൻ മോഡേൺ ഫിലോസഫി. And he synthesized early modern rationalism and empiricism, set the terms for much 19th and 20th century philosophy, and continues to exercise a significant influence today in metaphysics, epistemology, and other fields. So, Immanuel Kant is the central figure in modern philosophy, and he studied and researched about rationalism, empiricism, ദെൻ എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ്. സോ ഈ എല്ലാ ഫീൽഡിലും മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, രാഷണലിസം, എംപിറിസം, അതുപോലെ നമ്മൾ ഫിലോസഫേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് തിയറീസും വ്യൂസും ഐഡിയോളജീസൊക്കെ നമുക്ക് കാണാൻ കഴിയും. He synthesized early modern rationalism and empiricism. ഓക്കെ, എംപിറിസിസത്തെക്കുറിച്ചും റാഷണലിസത്തെ ഒക്കെ സിന്തസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇമ്മാനുവൽ കാന്റ് ആയിരുന്നു. ആൻഡ് പിന്നെ മെറ്റാഫിസിക്സും എപ്പിസ്റ്റമോളജി. സോ ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ റാഷണലിസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദ പ്രാക്ടീസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ബേസിങ് ഒപ്പീനിയൻസ് ആൻഡ് ആക്ഷൻസ് ഓൺ റീസൺസ്, നോളജ് റാദർ ദാൻ ഓൺ റിലീജിയസ് ബിലീഫ്സ് ഓർ ഇമോഷണൽ റെസ്പോൺസ്. റാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിപരമായിട്ടുള്ള, ഓക്കെ, കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റാഷണൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ ഓർ ഡിസിപ്ലിൻ ഓഫ് ബേസിങ് ഒപ്പീനിയൻ ആൻഡ് ആക്ഷൻസ് ആൻഡ് റീസൺസ്, നോളജ്, സോ റാദർ ദാൻ റിലീജിയസ് ബിലീഫ്. അപ്പോൾ റിലീജിയസ് ബിലീഫ്സിനേക്കാളും കുറച്ചും കൂടി ഒപ്പീനിയൻസ്, നോളജ്, റീസൺസ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ചെയ്യുന്ന തിയറീസിന് അല്ലെങ്കിൽ അതുമായിട്ട് വരുന്ന കോൺസെപ്റ്റുകളെയാണ് നമ്മൾ റാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റാഷണലിസം ചുരുക്കി പറയുകയാണെങ്കിൽ അത് നോട്ട് റിലീജിയസ്, ഓക്കെ, റീസൺസിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ തെളിവുകളുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന പഠനങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റാഷണലിസം എന്ന് വിളിക്കും. സോ എംപിറിസിസം എന്താണെന്ന് ചോദിച്ചാൽ the theory that all knowledge is based on experiences derived from the senses, stimulated by the rise of experimental science developed in the 17th, 18th centuries, expounded in particular by John Locke, George Berkeley, and Daniel Hume. It is a theory that all knowledge is based on experiences. ഓക്കെ, അതായത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന നോളജ്. ഓക്കെ, ആ നോളജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംപിരിക്കൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപിരിസിസം എന്ന് പറയുന്നത്.
അതായത് നമ്മൾ അനുഭവത്തിലൂടെ ആർജിച്ചെടുക്കുന്ന നോളജ്, ഓക്കെ, അതിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. ആൻഡ് സ്റ്റിമുലേറ്റഡ് ബൈ റേസ് ഓഫ് എക്സ്പെരിമെൻ്റൽ സയൻസ്, അതായത് സയൻസൊക്കെ അതിന് എക്സാമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സയൻസൊക്കെ നമ്മളെങ്ങനെയാണ് എക്സ്പെരിമെൻറ്റിലൂടെ ഓരോ കാര്യങ്ങളും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആർജിച്ചെടുക്കുന്ന നോളജാണ് സയൻസിലൊക്കെ വരുന്നത്. സോ ഇത് 17th and 18th സെഞ്ച്വറിയിലാണ് ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ആൻഡ് പിന്നെ വരുന്നത് മെറ്റാഫിസിക്സ് ആണ്. വാട്ട് ഈസ് മെറ്റാഫിസിക്സ്? സോ ദിസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് ദി ഫൈനസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് തിങ്സ് ഇൻക്ലൂഡിങ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് സച്ച് എസ് ബീയിങ്, നോയിങ്, ഐഡൻറ്റിറ്റി, ടൈം ആൻഡ് സ്പേസ്. സോ മെറ്റാഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ലിറ്ററേച്ചറിൽ നമ്മുടെ ജോൺ ഡണ്ണിൻ്റെ ബുക്സ് പഠിച്ചപ്പോൾ നിങ്ങൾ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയട്രി അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സോ ദിസ് ഈസ് ബിയോണ്ട് ദി സയൻസ് ഓർ ബിയോണ്ട് സയൻസ് ആൻഡ് ബിയോണ്ട് ദി വേൾഡ്. ഓക്കെ, അപ്പോൾ മെറ്റാഫിസിക്സ് includes or metaphysical theories includes the abstract concepts such as being, knowing, അതായത് നമ്മൾ അറിയുന്നതിനെ, ആൻഡ് ഐഡൻറ്റിറ്റി, ടൈം, സ്പേസ്, ഇതൊക്കെ വരുന്ന ഇൻക്ലൂഡ് ആവുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റേത് തിയറീസ് എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റാഷണലിസം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, റിലീജിയസ് അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്, എംപിരിസിസം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന അറിവിനെയാണ് എംപിരിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഇതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇറ്റ്സ് ബിയോണ്ട് ദി സയൻസ് ഓർ ഇറ്റ്സ് ബിയോണ്ട് ദി ഹ്യൂമൻ മൈൻഡ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇത് നമ്മൾ ചിന്തിക്കുന്ന തലങ്ങളിലേറെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്ന ടേം എപ്പിസ്റ്റമോളജിയാണ്. ഓക്കെ, ദ തിയറി ഓഫ് നോളജ് എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു ഇറ്റ്സ് മെത്തേഡ്സ്, വാലിഡിറ്റി, ദ സ്കോപ്പ് ആൻഡ് ദി distinction between justified belief and opinion. So this is a theory based on methods, validity, scope and distinction between justified beliefs. അതായത് നമ്മുടെ ബിലീവ്സ്, അതായത് ജസ്റ്റിഫൈഡ് ബിലീവ്സിനെയും ഒപ്പീനിയൻസിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചില ഡിസ്റ്റിങ്ഷൻസ് കാണിക്കുന്ന, അതേപോലെ തന്നെ പിന്നെ ചില മെത്തേഡ്സ്, വാലിഡിറ്റി, സ്കോപ്പ്, അതിനെയൊക്കെ ബേസ് ചെയ്ത് വരുന്നൊരു തിയറിയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. വിജ്ഞാന സിദ്ധാന്തം എന്നാണ് അതിന് നമ്മുടെ മലയാളത്തിൽ പറയാം. സോ ഈ ടേംസ് ഒന്നും നിങ്ങളങ്ങനെ കാണാതെ പഠിക്കൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു ഫീൽഡുകളിലൊക്കെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, റാഷണലിസം പറഞ്ഞു, പിന്നെ എംപിരിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, മെറ്റാഫിസിക്സ് പറഞ്ഞു, എപ്പിസ്റ്റമോളജി പറഞ്ഞു. സോ ഈ ഫീൽഡുകളിലൊക്കെ തന്നെ ഇമ്മാനുവൽ കാന്റിൻ്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം ഈ ഫീൽഡുകളിലൊക്കെ ഒരുപാട് സ്റ്റഡീസും അല്ലെങ്കിൽ ഒരുപാട് ഐഡിയോളജീസും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. And he wrote many books related to these kind of philosophies and theories. And the major or the fundamental idea of Kant's critical philosophy, especially in 3 critics, അതായത് 3 പുസ്തകങ്ങളിലാണ് മേജറായിട്ടും അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ ഐഡിയാസ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസൊക്കെ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 ബുക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ദ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. അത് 1781 to 1787 അങ്ങനെയാണ് ഇതിൻ്റെ പബ്ലിക്കേഷൻ ഇയർ കാണിക്കുന്നത്. മേ ബി 1781 എഴുതി തുടങ്ങി 1787 ആയപ്പോഴായിരിക്കാം അത് എഴുതി തീർന്നുണ്ടാവുക. സോ അതുകൊണ്ടായിരിക്കും അങ്ങനെ 2 ടൈം കാണിച്ചിട്ടുള്ളത്. സോ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, ദെൻ ക്രിട്ടിക് ഓഫ് പ്രിൻസിപ്പിൾ റീസൺ. ഓക്കെ, അത് 1788 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ ആണ് കേട്ടോ, പ്രിൻസിപ്പൽ റീസൺ അല്ല. ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ. ദെൻ തേർഡ് വൺ ഈസ് ക്രിട്ടിക് ഓഫ് പവർ ഓഫ് ജഡ്ജ്മെൻറ്റ്. 1790 അത് വന്നിട്ടുള്ളത്. 1790 അത് വന്നിട്ടുള്ളത്. ക്രിട്ടിക് ഓഫ് പവർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഈ 3 ബുക്സാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. സോ ഒരുപാട് വർക്ക്സ് ഉണ്ട്, അതിൽ നമുക്ക് വഴിയെ പറയാം. ആ വർക്കുകളൊക്കെ ഈവൻ ഇപ്പം ആസ്ട്രോളജി പോലുള്ള അല്ലെങ്കിൽ കോസ്മോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ബുക്സിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബുക്കിലല്ല, ഞാൻ പറയാൻ പോകുന്ന ബുക്സിൽ. He argues that human understanding is the source of general laws of nature that structure all our experiences, and that human reason gives itself moral law, which is on basis for belief in God,
freedom and immortality. So in the opinion of Immanuel Kant, or according to him, the human understanding is the source of the general laws of nature. നേച്ചറിൻ്റെ ലോ അനുസരിച്ചാണ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ നോളജിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോ ആണ്. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഓൾ അവർ എക്സ്പീരിയൻസസ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസുകളെല്ലാം നമ്മുടെ നോളജായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അതുവഴി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് വഴി ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് നാച്ചുറൽ ലോ ക്യാൻ സ്ട്രക്ചർ ഓൾ അവർ എക്സ്പീരിയൻസസ് ആൻഡ് ദാറ്റ് ഹ്യൂമൻ റീസൺ ഗിവ് ഇറ്റ് സെൽഫ് ദി മോറൽ ലോ. സോ ഇതുവഴിയാണ് ഹ്യൂമൻസിന് മോറലായിട്ടുള്ള കുറേ ലോസും കാര്യങ്ങളും ഉണ്ടാകുന്നത്. നാച്ചുറൽ ലോയ്ക്ക് പുറമേ നമുക്ക് കിട്ടുന്ന ലൈഫിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകൾ വഴിയാണ് ഒരുപാട് മൊറാലിറ്റികളും അതുപോലെ മോറൽ ലോസും നമ്മൾ ആർജിച്ചെടുക്കുന്നത്. വിച്ച് ഈസ് അവർ ബേസിസ് ഫോർ ബിലീവ് ഇൻ ഗോഡ്, ഫ്രീഡം ആൻഡ് ഇമ്മോർട്ടാലിറ്റി. സോ ഇത് തന്നെയാണ് നമ്മളെ ഗോഡ് എന്ന് പറയുന്ന ബിലീഫിലേക്കും അതുപോലെ നമുക്കിപ്പോൾ ഗോഡ് സെൻറ്റേർഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗോഡ് എന്ന് പറയുന്ന ബിലീഫിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളും ആൻഡ് ഫ്രീഡം എന്ന ഒരു കോൺസെപ്റ്റും അതുപോലെ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വരുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് വഴിയാണ്. സോ ഈ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണ്, നാച്ചുറൽ ലോ ആണ്. ഇങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്ലെങ്കിൽ അവരുടെ ഒരു മൊറാലിറ്റി കൺസ്ട്രക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയെന്നാണ് ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ വർക്ക്സ് ഉണ്ടല്ലോ, ദ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ, ക്രിട്ടിക് ഓഫ് പവർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ഈ വർക്കിലൂടെ അദ്ദേഹം ഉന്നയിക്കുന്ന കോൺസെപ്റ്റാണ് നമ്മളിപ്പം പറഞ്ഞത്. സോ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഇമ്മാനുവൽ കാന്റിൻ്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇമ്മാനുവൽ കാന്റ് വാസ് ബോൺ ഇൻ ടു ആൻ ആർട്ടിസൻ ഫാമിലി ഓഫ് മോഡസ്റ്റ് മീൻസ്. Then his father was a master of harness maker and his mother was a daughter of a harness maker, though she was better educated than most women who had social class. So ഇമ്മാനുവൽ കാന്റ് ഒരു ആർട്ടിസൻ ഫാമിലിയിലാണ് ജനിച്ചത്. ആർട്ടിസൻ എന്ന് പറയുമ്പോൾ മെക്കാനിക് എന്നൊക്കെ നമ്മൾ ഈ മോഡേൺ കാലഘട്ടത്തിൽ പറയും. ഓക്കെ, ആർട്ടിസൻ എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ട് ഈ ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതിനെയാണ് നമ്മൾ ആർട്ടിസൻസ് എന്ന് പറയുന്നത്. സോ ഹിസ് ഫാദർ വാസ് എ മാസ്റ്റർ ഓഫ് ഹാർനസ് മേക്കർ. ഹാർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള വെപ്പൺസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഹാർനസ് എന്ന് പറയുന്നത്. സോ അവർ പിന്നെ ട്രഡീഷണലായിട്ട് ആ ഒരു തൊഴിൽ പിന്നെ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. അതേപോലെ തന്നെ ഇമ്മാനുവൽ കാന്റിൻ്റെ മദറിൻ്റെ അച്ഛനും ഇത് തന്നെയായിരുന്നു ജോബ്. പക്ഷേ ഇമ്മാനുവൽ കാന്റിൻ്റെ മദർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അവർ സോഷ്യൽ ക്ലാസ് വൈസ് നോക്കുമ്പോൾ അവർ കുറച്ച് ലോ ആണ്, പക്ഷേ നല്ല എഡ്യൂക്കേഷൻ തന്നെ. അന്നത്തെ കാലഘട്ടത്തിൽ വേറൊരു സ്ത്രീക്കും ലഭിക്കാത്തത്ര എഡ്യൂക്കേഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഇമ്മാനുവൽ കാന്റിൻ്റെ മദറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. Then Kant's family was never destitute, but his father's trade was in decline during Kant's youth, and his parents at times had to rely on extended family for financial support. So നമ്മുടെ ഇമ്മാനുവൽ കാന്റ് കുറച്ച് യങ്ങായിരുന്ന സമയത്ത് അവരുടെ ബിസിനസ് കുറച്ച് ഡള്ളായിരുന്നു. ആൻഡ് ഫിനാൻഷ്യലായിട്ടുള്ള കുറച്ച് ക്രൈസിസും കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കാണ്ട്സ് പാരൻസ് വേർ പയറ്റിസ്റ്റ് മീൻസ് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭക്തി ഒരുപാടുള്ള ആളുകളെയാണ് നമ്മൾ പയറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു എന്തിനെങ്കിലും ഒന്ന് അഡോർ ചെയ്യുക അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പയറ്റിസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഹി അറ്റൻഡഡ് പയറ്റിസ്റ്റ് സ്കൂൾ, ദി കൊളീഗിയം ഫ്രെഡറിക് കാൻവ. ഓക്കെ, കൊളീഗിയം ഫ്രെഡറിക് കാൻവ എന്ന് പറയുന്നത് അവരൊരു പയറ്റിസ്റ്റ് സ്കൂളായിരുന്നു. അതായത് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചൊരു കൺവെൻഷണൽ ആയിട്ടുള്ളൊരു സ്കൂളായിരുന്നു അത്. ഓർത്തഡോക്സിക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പയറ്റിസം വാസ് ആൻ അവഞ്ചലിക്കൽ ലുഥേറൻ മൂവ്മെൻറ്റ് that emphasized conversion, reliance and divine grace, the experience of religious emotions and personal devotion involving regular Bible study, prayer and introspection. ഈ ഒരു സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡെയിലി ബൈബിൾ പഠിക്കുക, പ്രെയർ ചെയ്യുക,
പിന്നെ കൺവേർഷൻ, അതായത് മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഇവരിങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. സോ അങ്ങനെയുള്ള കുറേ ഇൻട്രോസ്പെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം അല്ലെങ്കിൽ ആത്മപരിശോധന, അല്ലെങ്കിൽ സ്വയം നമ്മൾ സ്വന്തം ചിന്തകളെ നമ്മൾ നോക്കിക്കാണുക. സോ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലീജിയസ് ആകുമ്പോൾ എന്തായിരിക്കും, അവരുടെ റിലീജിയന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യാം, അവരുടെ റിലീജിയനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹി സ്ട്രോങ്ലി റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് പൈറ്റിസം ആൻഡ് ഫോഴ്സ്ഫുൾ സോൾ സെർച്ചിങ്. സോ പക്ഷേ ഇമ്മാനുവൽ കാന്റ് ഇതിനെ നന്നായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പറയുന്ന നമ്മുടെ മതത്തെ മാത്രം അല്ലെങ്കിൽ ഇവരുടെ മതത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഇൻട്രോസ്പെക്ഷൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ആ ഒരു പൈറ്റി സ്കൂളിൽ പഠിക്കേണ്ടി വന്നു. ബട്ട് പാരൻസ് എത്ര ഓർത്തഡോക്സ് ആയിരുന്നാലും പാരൻസിനോട് എപ്പോഴും ഒരു റെസ്പെക്റ്റ് അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. And mature Kant's emphasis on reason and autonomy rather than emotion and dependence on either authority or grace, many in part reflect his youthful reaction against pietism. So അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റീനെ ബേസ് ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഏതൊരു റിലീജിയസിനെ ബേസ് ചെയ്ത് ജീവിക്കുക, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, എതിർത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഹി എംഫസൈസ് ഓൺ റീസൺ ആൻഡ് ഓട്ടോണമി. ഓക്കെ, സ്വയം നമ്മൾ എന്ത് ചെയ്യാം, പല കാര്യങ്ങളും നോളജ് ആർജിച്ചെടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കാൻ ഹാഡ് ദി a burst of publishing activity in the years after he returned from working as a private tutor. സോ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട്, കാരണം ഫിനാൻഷ്യലി ഒരുപാട് ക്രൈസിസും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് പ്രൈവറ്റായിട്ട് കുറച്ച് കുട്ടികളെ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആഫ്റ്റർ വർക്കിംഗ് ആസ് എ പ്രൈവറ്റ് ട്യൂട്ടർ, he returned to his philosophical studies and he published a burst of works. 1754 and 1755 he published 3 scientific works, one of which Universal Natural History and Theory of Heavens. ഓക്കെ, ഫസ്റ്റ് വർക്കാണ് അദ്ദേഹം ട്യൂട്ടറായതിന് ശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വർക്കാണ് യൂണിവേഴ്സൽ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് തിയറി ഓഫ് ഹെവൻസ്. ഓക്കെ, ഈ ഒരു വർക്ക് 1755 പിന്നെ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് വാസ് എ മേജർ ബുക്ക് ഇൻ വിച്ച് among other things he developed what later became known as the nebular hypothesis about the formation of solar system. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കണം. കാരണം ഈ ഒരു വർക്ക് യൂണിവേഴ്സൽ നേച്ചുറൽ ഹിസ്റ്ററി ആൻഡ് തിയറി ഓഫ് ഹെവൻസ്, ഈ വർക്ക് എന്താണ്, പിന്നീട് എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ലേറ്റർ ബിക്കെയിം നോൺ ആസ് ദി നെബുലാർ ഹൈപ്പോത്തീസിസ് ആയിട്ടാണ് പിന്നീട് ഇത് അറിയപ്പെടുന്നത്. നെബുലാർ ഹൈപ്പോത്തീസിസ് എന്താ, അതായത് നെബുലാർ എന്ന് പറയുമ്പോൾ സൂക്ഷ്മ നക്ഷത്രങ്ങളില്ലേ, ഇപ്പോൾ എന്തപ്പോൾ ഈ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സൂക്ഷ്മ നക്ഷത്ര ഗണങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഹൈപ്പോത്തസിസ് ആയിട്ടാണ് പിന്നീട് അതിനെ നമ്മുടെ സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സയൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് വേറൊരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്, എബൌട്ട് ദി ഫോർമേഷൻ ഓഫ് ദി സോളാർ സിസ്റ്റം. ഓക്കെ, സോളാർ സിസ്റ്റത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളേജ് കിടക്കുന്നത് ഇമ്മാനുവൽ കാന്റിൻ്റെ യൂണിവേഴ്സൽ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് തിയറി ഓഫ് ദി ഹെവൻസ് എന്ന് പറയുന്ന ബുക്കിലാണ്. അതിലൂടെയാണ് ഒരുപാട് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചശാസ്ത്രം വികസിച്ച് വന്നിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ വർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കണം. സയൻസിൽ അത്രയും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് വർക്ക്സാണ് ടു സെക്യൂർ ഇത് വർക്കല്ല, ടു സെക്യൂർ ക്വാളിഫിക്കേഷൻസ് ഫോർ ടീച്ചിങ് അറ്റ് ദി യൂണിവേഴ്സിറ്റി. കാന്റ് ഓൾസോ റോട്ട് 2 ലാറ്റിൻ ഡിസർട്ടേഷൻസ്. അദ്ദേഹത്തിൻ്റെ വേറെ 2 ഡിസർട്ടേഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ 2 തിസീസാണ്. കുറച്ച് വലിയ വർക്കാട്ടോ. കൺസൈസ് ഔട്ട്ലൈൻ ഓഫ് സം
റിഫ്ലക്ഷൻസ് ഓൺ ഫയർ, അതും 1755 1755 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. കൺസൈൻസ് ഔട്ട്ലൈൻ ഓഫ് സം റിഫ്ലക്ഷൻ ഓൺ ഫയർ. ദെൻ സെക്കൻഡ് വൺ ഈസ് അതേ ഇയറിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് വർക്കാണ് ന്യൂ എലൂസിഡേഷൻ ഓഫ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റാഫിസിക്കൽ കോഗ്നിഷൻ. സോ ഈ 3 വർക്ക്സും യൂണിവേഴ്സൽ നാച്ചുറൽ ഹിസ്റ്ററിയും അതുപോലെ കൺസൈസ് ഔട്ട്ലൈൻ ഓഫ് സം റിഫ്ലക്ഷൻ ഓഫ് ഫയറും ന്യൂ എലൂസിഡേഷൻ ഓഫ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റാഫിസിക്കൽ കോഗ്നിഷനും ഈ 3 വർക്ക്സും സെയിം ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ 2 വർക്ക്സ് ഉണ്ടല്ലോ, അത് എന്തിനാണെന്ന് വെച്ചാൽ ടു സെക്യൂർ ക്വാളിഫിക്കേഷൻ ഫോർ ടീച്ചിങ് അറ്റ് ദി യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സിലബസിന് അവരുടെ കരിക്കുലത്തിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക്, എങ്ങനെയാണ് ടീച്ചിങ് സെക്യൂർ ആക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള എഡ്യൂക്കേഷനാണ് സ്റ്റുഡൻസിന് കൊടുക്കേണ്ടത്, ടീച്ചിങ്ങിൻ്റെ എന്തൊക്കെ കാര്യങ്ങളും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. സോ അങ്ങനെയുള്ള വർക്കാണ് ലാസ്റ്റ് 2 ഓക്കെ, സോ ഇത്രയാണ് ഇമ്മാനുവൽ കാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ആക്ച്വലി ഇത്രയല്ല, ഒരുപാടുണ്ട്. ഇനിയും കുറേ വർക്ക്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് ഒരുപാടുണ്ട്. ഇനിയും ഇപ്പം തന്നെ ഒരുപാട് അരമണിക്കൂറോളം ആയി, 20 മിനിറ്റോളമായി ക്ലാസ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി വെക്കാം. ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ ഈ ക്ലാസ് ഫിലോസഫിയുടെ ഈ ക്ലാസ് എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് കയ്യിൽ വെക്കുക. ഓക്കെ, ലെക്ചർ നോട്ട് ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ എഴുതി വയ്ക്കുക, വർക്കും ഇയറൊക്കെ കറക്റ്റായിട്ട് എഴുതി വെക്കാം. ആൻഡ് ഇനി നമ്മൾ നമ്മുടെ പോർഷൻസിലേക്ക് കടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എസ്സേ എന്ന് പറയുന്നത് വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്നാണ്. സോ അതിലേക്ക് നമ്മൾ കടന്നിട്ടില്ല, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമ്മാനുവൽ കാന്റിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓഥറാണ്, അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലോസഫറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ എസ്സേയും. ഓക്കെ, വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന എസ്സേയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോർഷൻസിലേക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ.